ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് USA നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജോലിയിൽ വലിയൊരു ഉയർച്ച ലഭിക്കേണ്ടതിനായിട്ട്, നാളുകൾ താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആ ദേശത്തിലൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ടും, രണ്ട് തൻ്റെ കുടുംബമായി ദൈവവേല ചെയ്യുവാനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡിൻ്റെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം, ഹല്ലേലൂയ, നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതകരമായി ഇവർക്ക് കുടുംബമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? നമുക്ക് ഒരുമിച്ചൊന്ന് ഇടിവിൽ നിൽക്കാം പ്രിയരെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിൽ ഒരു വലിയ ഉയർച്ച കൊടുക്കേണ്ടതിനായി, കർത്താവിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. അതേ നിലയിൽ തന്നെ കർത്താവെ, ഈ സഹോദരിയുടെ ഹസ്ബൻഡിനെയും പ്രിയ സിസ്റ്ററിനെയും ശക്തമായി ദൈവവേലയിൽ ഉപയോഗിക്കണം. കർത്താവ് ഇവരുടെ കൂടെ നിന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ടും ദൈവ നിയോഗം ഇവരിൽ വലിപ്പമായി വെളിപ്പെട്ട് വരികയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഒരനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹന്നായിലൂടെ ഒരു ശമൂവേൽ പ്രവാചകൻ പുറത്തു വന്നതുപോലെ ഈ മകളിലൂടെ ഒരു അത്ഭുത ശിശു പുറത്തു വരേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമേ കർത്താവെ. കർത്താവിന് ചെയ്തതിനായി നന്ദി. ദൈവം പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. എല്ലാ നിലയിലും ദൈവം സൂക്ഷിക്കണം, ദൈവം കാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ വ്യക്തമായി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനം ദൈവമായിരുന്നു. ഈ വചനത്തെ നിങ്ങൾ ദൈവതുല്യമായി ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, അടിപ്പിണരാൽ സൗഖ്യമായി എന്നുള്ള വചനം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുകയും വിശ്വസിച്ചുകൊണ്ട് വചനത്തെ ഏറ്റുപറയും വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം അയക്കപ്പെടുന്നതാണ്. ഈ വചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ വചനം അയക്കപ്പെടുക മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ, ഈ വചനത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. വചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നവർ ഇരമ്യാവ് 1:12 നമ്മോട് പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. ഹല്ലേലൂയ. ഈ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഒന്നുകൂടെ പറഞ്ഞാൽ ഏശയ്യാവ് 55:11 പറയുന്നു, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ ഇഷ്ടം തികച്ച് അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് പത്രോസിൻ്റെ പടകനെ നിറയ്ക്കുന്നതാണ്, ശൂന്യതകളെ മാറ്റുന്നതാണ്, നിരാശയെ മാറ്റുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത ലോകം തെളിയ കൽപാത്രത്തെ മഹത്വമായി തിരഞ്ഞെടുക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇതാ ഒരിക്കലും ചെല്ലാൻ പറ്റാത്തിടത്തും അർഹതയില്ലാത്തിടത്തേക്കും ഈ ശബ്ദം കൽപാത്രങ്ങളെ കൊണ്ടു ചെല്ലുകയാണ്. വിരുന്നുവാഴി പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഇതേപോലെ ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെയും യഹൂദന്റെ കാലുകൾ കഴുകാൻ മാത്രം ഉപയോഗിക്കപ്പെട്ട കൽപാത്രങ്ങൾ അർഹതയില്ലാത്ത സ്ഥലത്ത് മാനിക്കപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും അർഹതയില്ലാത്ത ഒരു തലം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കാരണം വചനത്തിന് നമ്മെ ഉറപ്പിക്കാൻ പറ്റും. വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ അടിസ്ഥാനങ്ങളെ തരാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, അടിസ്ഥാനം വെളിപ്പെട്ടാൽ അതിന് മുകളിൽ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതിന് മേളിൽ വാതിലുകൾ ഉണ്ടാകും. എന്നെ
എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കിയേ, ഏത് അടിസ്ഥാനം, ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാന പണി തീർന്നു കഴിഞ്ഞാൽ അടുത്തത് വയ്ക്കുന്നത് അവിടെ വാതിലുകൾ അല്ലെങ്കിൽ കട്ടള വയ്ക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഈ വചനപ്രകാരം അടിസ്ഥാനമുള്ളവരാണെങ്കിൽ, വചനത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, ഇതാ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങളുള്ള ദൂതാണ്. ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾ ഈ വചനത്തിനകത്തൊന്ന് ഉറച്ചു നിന്നോക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാണാം. കാരണം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏതിരുതല വാളിനേക്കാൾ മുറിച്ചതാണ്. വാള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, വചനം എന്ന വാള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ നന്മകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, വാളുള്ളവൻ ഇതാ വെട്ടി തടസ്സങ്ങളെ മുറിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. നീ ഒരിടത്ത് സ്റ്റാക്കാകത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഇനി അവസാനിച്ചെന്ന് ലോകം പറഞ്ഞാലും നീ ആ വചനത്തിനകത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ഈ വചനം മാറ്റം കൊണ്ടുവരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 15:3 പറയുന്നു, ഈ കേട്ട വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, വചനത്തിൻ്റെ ആ വലിപ്പം ഒന്ന് കാണുവാൻ, വചനത്തിൻ്റെ ആ മഹത്വം ഒന്ന് നമുക്കറിയാൻ തക്കവണ്ണം ഓരോരുത്തരും പ്രാർത്ഥനയോടെ, ഓരോരുത്തരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ അധികമായി വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിച്ചു തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുകയും ഇത് കേൾക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ വഴി തുറക്കാൻ പോവുകയാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ കേട്ട വചനങ്ങളാൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ 15:7 പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. നിങ്ങൾ ഈ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സീസണില്ലാത്ത ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയിരിക്കും, ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്ത് നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ മുമ്പോട്ട് വലിയ പ്രതീക്ഷയിൽ, വലിയ പ്രത്യാശയിൽ വളരും. നിന്റെ ജീവിതത്തിനകത്ത് ഇനി എന്തെല്ലാം വിഷയങ്ങളും എന്തെല്ലാം എതിരുകളും, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, വചനത്തിനകത്ത് അടിസ്ഥാനമിട്ടവൻ പാറമേൽ അടിസ്ഥാനമിട്ടവന് പോലെയാണ്. അവൻ കാറ്റടിച്ചിട്ടുണ്ടാകാം, തിരമാല തെള്ളിക്കയറിയിട്ടുണ്ടാകാം, പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് വചനം നിന്നെ മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ഈ വചനത്തിനകത്ത് ഓർപ്പിക്കുന്നു, അടിസ്ഥാനം വചനത്തിനകത്താണെങ്കിൽ, വചനത്തിനകത്താണ് നീ വളരുന്നതെങ്കിൽ നിനക്ക് മുകളിൽ വാതിലുകളുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകൾ ദൈവം വെച്ചിട്ടുണ്ട്. ഇതാ വാതിലുകൾ ഇതാ എത്ര എതിരുണ്ടെങ്കിലും തുറക്കും. നിനക്ക് വേണ്ടി പുതിയത് വെളിപ്പെട്ട് വരും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ വലിയ കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്നത്തെ ഈ ചിന്ത വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇത് വിടുതലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 3 തലങ്ങളാണ് തൊടുന്നത്. നമ്മെ മുമ്പോട്ട് വിടാത്ത 3 ചങ്ങലകളെ തിരിച്ചറിയുക. നമുക്ക് ഒരുമിച്ച് പ്രാരംഭ വാക്യത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. എന്നാൽ ആദ്യമേ നമ്മൾ 18-ാമത്തെ വാക്യം വായിക്കുന്നു. വാക്യത്തിനകത്തോട്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിപ്പമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം ഓരോ ഹൃദയങ്ങളിലും ഇടപെടേണ്ടതിനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥനയോടായിരിക്കുന്നു. ഈ വചന കേൾവിയിൽ നിന്നുകൊണ്ട് ഈ വചന പശ്ചാത്തലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം പ്രവാസകാലത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ വചനം എഴുതപ്പെടുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ജന്മനാട് നഷ്ടപ്പെട്ട്, പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ട് അടിമത്വത്തിലായിരിക്കുന്ന സമയത്താണ് ഈ വചനം എഴുതപ്പെടുന്നത്. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 2 കാര്യങ്ങൾ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തങ്ങൾ ചെയ്ത പാപം നിമിത്തമാണ് തങ്ങൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടായതെന്നും അവർ പറഞ്ഞ കുറ്റബോധത്തിൽ അവർ ജീവിക്കുന്നു. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ പറയുന്നു, അവരുടെ പണ്ടത്തെ പ്രതാപം ഇനി അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ നിരാശപ്പെടും. ഈ 2 വലിയ കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചന പശ്ചാത്തലം ചിന്തിക്കുന്നത്. മുമ്പുള്ളവയെ നിങ്ങൾ ഇനി ഓർക്കേണ്ട,
പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട്. നമ്മൾ 3 വലിയ ആഴങ്ങളാണ് തൊടുന്നത്. ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവൻ 3 ചങ്ങലകൾ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും. ആ ചങ്ങലകൾ ഇന്നും ഇതിനകത്ത് അഴിഞ്ഞു വീഴേണ്ടതിനായിട്ടും, ആ ബന്ധനം അഴിഞ്ഞു വീഴേണ്ടതിനായിട്ടും, അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കേണ്ടതിനായിട്ടും നമുക്ക് ഒരുമിക്കാം. ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത് പരാജയവും കുറ്റബോധവുമാണ്. എന്നെ കേൾക്കുന്നവരെ, പലവരുടെയും ജീവിതത്തിനകത്ത് അവർ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ അവർ പരാജയങ്ങൾ മാത്രമാണ് ഓർക്കുന്നത്. അവർക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ കടന്നു പോകുന്ന അനുഭവത്തിനകത്ത് ഇന്നലകളിൽ വീണുപോയ വലിയ കുറ്റബോധം അവരെ ഭരിക്കുകയാണ്. ജീവിതത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പരാജയം അവരെ തേടി വരുമോ എന്നുള്ള ഭയം, ഹല്ലേലൂയ, ആ കുറ്റബോധം അവർ ഭരിക്കുകയാണ്. ആ കാര്യം അത് ചെയ്തത് കൊണ്ടാണ് ഇന്നിങ്ങനെ ആയിപ്പോയത് എന്നുള്ള തലത്തിൽ, ഹല്ലേലൂയ, പലവരും പുറമേ നോക്കി വിവാഹത്തെ നിർണയിച്ചു. പുറമേ ഉള്ള കാര്യങ്ങൾ നിന്നെങ്കിലും ഇന്ന് ആ കുടുംബജീവിതം തകർന്ന അനുഭവത്തിലാണ് നിൽക്കുന്നത്. ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിൽ അവർ ഭയപ്പെടുകയാണ്. ചില അവസ്ഥകളിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ജോലിയുടെ അവസ്ഥയിൽ അവർ ഭാരപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരെ, തിരുവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത് അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നീതീകരിച്ചു എന്നും അവനോട് പൂർണ്ണമായി ക്ഷമിച്ചു എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. ഈ വചനത്തിൻ്റെ ആഴം തിരിച്ചറിയുക. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമത്രേ നീതീകരിക്കപ്പെടുന്നത്. 25-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമെയാൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ 26-ാമത്തെ വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുവാനും ആകേണ്ടതിന് ഈ കാലത്തും തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്തിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത് നിന്റെ മുൻകാല പരാജയങ്ങൾ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നിന്ന ആ വലിയ ആ കുറ്റബോധത്തെ നിനക്ക് ജയിക്കുവാൻ കഴിയും. കാരണം എൻ്റെ ദൈവം അത് ക്ഷമിച്ചുവെങ്കിൽ, എൻ്റെ ദൈവം അത് മറന്നുവെങ്കിൽ വീണ്ടും അത് നിന്നെ വേട്ടയാടരുത്. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ അത് പിന്തുടരുത്. ഇതാ നമ്മുടെ ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത്. ഇന്നലകളുടെ പരാജയങ്ങൾ നമ്മുടെ പുറകെ വരികയാണ്. ഇന്നലകളുടെ കുറ്റബോധം, ഹല്ലേലൂയ, നാം ചെയ്ത ഏതൊക്കെയോ തെറ്റുകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, പരാജയങ്ങളെ യേശു ക്ഷമിച്ചുവെങ്കിൽ, അവൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് നീതീകരണം സംഭവിച്ചുവെങ്കിൽ ഇന്ന് നീ പുതിയതിലേക്ക് സ്റ്റെപ്പ് വെക്കണമെന്ന് ആഗ്രഹിക്കുക. കാരണം പരാജയത്തെ അല്ലെങ്കിൽ ഇന്നലകളുടെ അനുഭവത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ആ കുറ്റബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്നലകളിലാണ് ജീവിക്കുന്നത്. ഇന്നത്തതിലെ അനുഭവത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതം സ്ലോ ആയിട്ടാണ്, ഹല്ലേലൂയ, ഡിലേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ ജീവിക്കുന്നവർ ഭയപ്പെടുന്നവരാണ്. ഇന്നലകളിൽ ജീവിക്കുന്നവർ ഇനി എൻ്റെ ജീവിതത്തിൽ ആ രോഗം വീണ്ടും വരുമോ, എൻ്റെ ജീവിതത്തിനകത്ത് ആ പ്രതികൂലം വീണ്ടും വരുമോ, എൻ്റെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത് മുൻകാലങ്ങളുടെ പരാജയങ്ങളാണ്. അറിയാം, ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത് മുൻപേ ഉള്ള കുറ്റബോധമാണ്. എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയുമോ, എൻ്റെ ജീവിതം വീഴ്ചയിലായി പോയി, എനിക്കിനി മുമ്പോട്ടൊരു മാർഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചനത്തിന് നിന്റെ ചങ്ങലയെ പൊട്ടിക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്റെ മുൻകാല പരാജയങ്ങളെ, നിന്റെ കുറ്റബോധങ്ങളെ കർത്താവ് പൂർണ്ണമായും യേശുവിൻ്റെ രക്തത്തിൽ ഇതാ നീക്കിക്കളയുകയാണ്. നിനക്കൊരു പുതിയ അനുഭവം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആരെയോ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് പരാജയങ്ങളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ പത്രോസ് അപ്പോസ്തലന്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുമ്പോൾ എൻ്റെ യേശു അവനോട് പറയണം, ആഴത്തിൽ നീക്കി വലയിറക്കുക എന്നുള്ളത്. ഇതാ പത്രോസ് പറയാണ്, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആ പരാജയത്തിൻ്റെ അനുഭവം പറഞ്ഞിട്ട് അവൻ പറയാണ്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നലകളുടെ നഷ്ടങ്ങളോ ഇന്നലകളുടെ കുറ്റബോധമോ നിന്നെ ഭരിക്കാതെ വണ്ണം ഇന്ന് ഈ വചനത്തിനകത്ത് നീ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റിയാൽ നിന്റെ മേളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത അസാധാരണമായ വലിപ്പം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീവിതങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും.
ഉണ്ടാകാം, ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ പരാജയങ്ങളെ ജയിക്കാൻ തക്കവണ്ണം ഇന്നും യേശു ജീവിക്കുകയാണ്. ഇന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ വെളിപ്പെടുത്താൻ യേശു ജീവിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ആഴങ്ങൾ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത് മുൻകാലങ്ങളുടെ പരാജയങ്ങളും കുറ്റബോധവുമാണ്. രണ്ടാമത്തെ ചങ്ങലയിലേക്ക് നമ്മൾ വരികയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ഉണ്ടായ മുറിവുകൾ. ഈ മുറിവുകൾ വലിയ ചങ്ങലയാണ് പ്രിയരെ. നമുക്കൊന്നും പുതിയതായിട്ട് ചെയ്യാൻ കഴിയത്തില്ല, കാരണം ചില ജീവിതങ്ങൾ മുറിക്കപ്പെട്ടതുപോലെയാണ്. ഹല്ലേലൂയ. ചിലവരെ നിങ്ങൾ നോക്കിയേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ അവർ നല്ല വാക്കുകളല്ല പറയുന്നത്, മുറിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മളെ അടിച്ചിരുത്തുന്നത് പോലെ മനഃപൂർവ്വമായി ചിലവർ മുറിക്കുന്ന അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രൊമോഷനെ തടയുന്ന മുറിവുകളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നിങ്ങളുടെ ഉയർച്ചകളെ തടഞ്ഞ മുറിവുകളുണ്ട്. അറിയാം, കാരണം എന്തെന്ന് ചോദിച്ചാൽ മനഃപൂർവ്വമായി മുറിച്ച മുറിവുകളെ, ആ മുറിവുകളെ ജയിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി തലം തുറന്നു വരാൻ പോകുകയാണ്. ഈ മുറിവുകളെ ജയിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നലകളിൽ കേട്ട ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആശ്രമം. ആ ആശ്രമത്തിനകത്ത് ഗുരുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവർ അതാ മുമ്പോട്ട് പോവുകയാണ്. ആ ആശ്രമത്തിൽ വളരെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് വിദേശത്തു നിന്ന് അവർക്ക് ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ടേബിളിൽ വെക്കുന്ന ഒരു വലിയ കപ്പാണ്. ആ കപ്പ് അനേകർക്ക് അത് കാണുമ്പോൾ സന്തോഷവും ആശ്ചര്യമൊക്കെ തോന്നും. ഹല്ലേലൂയ. വിസിറ്റേഴ്സ് വന്ന് അത് കാണുകയും അത് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആ ആശ്രമത്തിൽ അവർക്ക് ലഭിച്ച ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. എന്നാൽ ഒരു ശിഷ്യൻ ആ ടേബിൾ തൂത്ത് തുടയ്ക്കുന്ന സമയത്ത് എങ്ങനെയോ അവൻ്റെ കൈ തട്ടി അത് താഴെ വീണ് ഉടഞ്ഞു പോയി. അവനാകെ ഭയപ്പെട്ടു. അവന് എല്ലാം തീർന്നു, ഈ ആശ്രമത്തിൽ ഞാൻ പുറത്താക്കപ്പെടും, എൻ്റെ ഭാവി അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രയാസത്തിൽ, ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് അവന് ഒന്നും മറയ്ക്കാൻ പറ്റുന്നില്ല. അവൻ ആകെപ്പാടെ ഉറക്കം നഷ്ടപ്പെടുന്നു. അവൻ വന്ന് ഗുരുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ കാര്യം പറയുകയാണ്. അവൻ ആ ഉടഞ്ഞുപോയ കപ്പിൻ്റെ ചില മുറികളുമായിട്ട്, അല്ലെങ്കിൽ ആ ചില കഷ്ണങ്ങളുമായിട്ടാണ് ഇത് ആ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഗുരുവിന് ആശ്ചര്യം തോന്നി. ഹല്ലേലൂയ. ഗുരുവിനോട് പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വീണ്ടും ഇവിടെ നിർത്തണം, എൻ്റെ ജീവിതത്തിനകത്ത് ഒരവസരം കൂടെ തരണമെന്നൊക്കെ പറയുമ്പോൾ ഗുരു അവനെ നോക്കി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള മൂർത്ത അഗ്രമുള്ള അല്ലെങ്കിൽ ആ ഉടഞ്ഞ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ ഇതാ വെളിയിലേക്ക് എടുത്തെറിഞ്ഞു കളയുക. അത് കയ്യിൽ വെക്കരുത്, അത് നിനക്ക് അപകടമുണ്ടാക്കുന്നതാണ്, അത് നിന്റെ ശരീരത്തെ മുറിക്കുവാൻ ആഴമുള്ളതാണ്. ഹല്ലേലൂയ. ഇതാ ഗുരുവിൻ്റെ വാക്കിനാൽ അവൻ അതെല്ലാം എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു കളയുകയാണ്. ആ സമയം മുതൽ ഇതാ അവൻ ഫ്രീ ആയിത്തീരുന്നു. ഇതേപോലെ എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, മുറിവുകൾ ഉണ്ടാക്കിയ കാരണങ്ങളെ, ആ അനുഭവങ്ങളെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് എടുത്തെറിഞ്ഞു കളയാൻ തക്കവണ്ണം ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്നലകളുടെ പരാജയമല്ല, ഇന്നലകളുടെ മുറിവുകളല്ല നിങ്ങളെ മുമ്പോട്ട് നടത്താൻ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനെ തടയുന്നതാണ്, ജീവിതത്തിൻ്റെ സ്പീഡിനെ കുറയ്ക്കുന്നതാണ്. നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനേക നാവുകൾ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഈ വചനത്തിനകത്ത് ദൈവം നമ്മോട് വിളിച്ചു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തിനകത്ത് പുതിയത് വെളിപ്പെടുത്താൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഇതാ നമ്മൾ കുറിവാക്യമായി വായിച്ച ആ വചനത്തിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കും. ഇതാ ഈ വചനം ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവരെ, ഇന്നലകളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊന്ന് തിരിയാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ നോക്കി അതിശയകരമായൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർ. ഹല്ലേലൂയ, നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലേക്ക് കാണാനുള്ളൊരു ചെറിയ ഗ്ലാസ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വലിയൊരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള വഴി വളരെ വിശാലമായി കാണേണ്ടതിനായിട്ടും പിറകിലോട്ടുള്ളത് വളരെ ചെറുതായി കാണേണ്ടതിനുമായിട്ടാണ് ഈ രണ്ട് സംവിധാനങ്ങൾ ആ കാറിനകത്ത് അല്ലെങ്കിൽ വാഹനത്തിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നമുക്കൊരിക്കലും ഈ ചെറിയ ആ ഗ്ലാസ്സിനകത്ത് നോക്കിക്കൊണ്ട് നമുക്ക് പിറകിലോട്ട് നോക്കി വാഹനം ഓടിക്കാൻ കഴിയത്തില്ല. ഇതാ ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഇതാ വിശാലമേറിയ ആ വലിയ ഗ്ലാസ്സിലൂടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അവിടെയാണ് നമ്മുടെ സ്പീഡ് വർദ്ധിക്കുന്നത്, അവിടെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ പിറകിലെ
മുമ്പിലത്തെ ഓർത്ത് അല്ലെങ്കിൽ പിന്നിലത്തത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ടവരല്ല. നിങ്ങൾ മുമ്പിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ആയുവാൻ തയ്യാറാകുക. വീണ്ടും വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ വാതിൽ തുറക്കാൻ പോകുന്നു നിശ്ചയം. കാരണം എൻ്റെ യേശു നിങ്ങളുടെ കൈപിടിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലം തുറന്നു വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. യേശയ്യാവ് 45-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശ്യനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിൽ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 2-ാമത്തെ വാക്യം: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകളയും ചെയ്യും. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ വലത് കൈ ദൈവം പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കതകുകൾ എപ്പോഴും തുറന്നിരിക്കേണ്ടതിനും നിങ്ങളുടെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും നിങ്ങളുടെ വലത് കൈ കർത്താവ് പിടിച്ചു എന്നുള്ള വലിയ ബോധ്യം നിങ്ങളുടെ മേളിൽ വരട്ടെ. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് മുമ്പായി ചലിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇതാ സങ്കീർത്തനക്കാരൻ വ്യക്തമായി 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. നിന്റെ ദൃഷ്ടി ദൈവത്തിലാണെങ്കിൽ, നീ ദൈവത്തെ തന്നെയാണ് നോക്കുന്നതെങ്കിൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വിജയം ഉറപ്പാണ്. നമ്മളിൽ പലവരും സാഹചര്യം നോക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ ശിഷ്യന്മാർ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് കാറ്റ് വിരോധമായി പടക് തിരമാലകളാൽ മുങ്ങുവാൻ പോവുകയാണ്. ആ മുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ തിരമാലയുടെ മുകളിലൂടെ യേശു നടന്നു വരികയാണ്. യേശു നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസ് പറയുന്നു: നീ ആണെങ്കിൽ എനിക്കും ഈ തിരമാലയുടെ മുകളിലൂടെ നടക്കണം. യേശു പറഞ്ഞു വരിക എന്ന് പറയുകയാണ്. ഇതാ ആ പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ പത്രോസ് നടന്നു വരികയാണ്. എന്നാൽ കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ താൻ മുങ്ങിത്തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, യേശുവിനെ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യം നോക്കാതെ യേശുവിനെ നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾ ലജ്ജിക്കേണ്ടവരല്ല, നിങ്ങൾ തകരേണ്ടവരല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി അവൻ തുറക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് ചിന്തിച്ച ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, ഇന്നലത്തെ മുറിവുകളിൽ ജീവിക്കരുത്. കാരണം പല മേഖലകൾ മുറിക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് ആ മുറിവുകളെ മുഴുവൻ കഴുകിക്കൊണ്ട് ദൈവം തരുന്ന പ്രത്യാശയിൽ, ദൈവം തരുന്ന ജയത്തിൽ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ ഇതാ നിന്റെ ജീവിതത്തിൽ വേഗത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഇസ്രായേൽ മക്കൾ ഇതാ 30 ലക്ഷത്തിന് മുകളിൽ വരുന്നവർ 3 ദിവസത്തെ യാത്രയിൽ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവർ മാറയിലെത്തുകയാണ്. മാറയിലെത്തുമ്പോഴും അവർ പിറുപിറുക്കുകയാണ്, ഞങ്ങൾ ഈ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്, ഇത് കയ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുമ്പോൾ മോശ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കയ്പിനെ മധുരമാക്കാൻ, മാറയെ മധുരമാക്കാൻ ഒരു വൃക്ഷക്കൊമ്പിനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ വൃക്ഷം വെട്ടി ആ വെള്ളത്തിലിടുമ്പോൾ വെള്ളം ഇതാ മധുരമായി തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു കയ്പും വേദനയിലുമാണ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതാ പുതിയ നിയമത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ അതിനകത്തൊരു കാൽവരി ക്രൂശ് വെളിപ്പെടുകയാണ്. ആ കാൽവരി ക്രൂശിൽ നീ വിശ്വസിക്കുകയും നിന്റെ പാപങ്ങളെ കർത്താവ് കാൽവരിയിൽ വഹിച്ചു എന്നും അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു എന്നും അവന്റെ വീണ്ടെടുപ്പിന്റെ വിലയായ രക്തത്താൽ നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആഴം നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ മരിക്കേണ്ട ആൾക്കാരല്ല, ഇനി നിങ്ങൾ തീരേണ്ട ആൾക്കാരല്ല, ഇനി ജീവിതത്തിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കേണ്ടവരല്ല. പ്രതീക്ഷകൾക്കും അപ്പുറത്തായി ക്രൂശിലെ സത്വർത്തമാനം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. അവൻ ജീവിക്കിയാൽ ഞാൻ ജീവിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, ആ കല്ലറയുടെ വാതിൽ ഇന്നും തുറന്നു കിടക്കുന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഗുഡ് ന്യൂസ് വെളിപ്പെട്ട് വരാൻ പോകുന്നു. സുവാർത്ത വെളിപ്പെടുന്നു. കാരണം സുവിശേഷം എന്ന് പറയുന്നത് സുവാർത്തയാണ്, സന്തോഷ വാർത്തയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നലകളുടെ പരാജയങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവ് നിന്റെ കരം പിടിച്ചുകൊണ്ട് പത്രോസെ ആ പടകിൽ തിരിച്ചു കയറ്റുകയാണ്. എവിടെ തീരുമെന്ന് പറഞ്ഞോ, എവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞോ, അവിടെ വിജയമാകുവാൻ, അവിടെ വലിയ സമാധാനവും ശാന്തതയും ഉണ്ടാകുവാൻ ഇതാ സത്യ സുവിശേഷത്തിന്റെ ആ വലിയ ചലനങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേളിൽ വെളിപ്പെടട്ടെ. എത്ര ലോകം അവസാനിച്ചെന്ന് പറഞ്ഞാലും കാൽവരി ക്രൂശിലെ രക്തം നിന്നോട് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഒരു നിത്യത അവൻ ഒരുക്കി കഴിഞ്ഞു. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല, ഒന്നിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം ഇന്നും യേശു ജീവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത്
അസാധാരണമായതൊന്നും ചെയ്യാൻ യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. സമയം നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് മൂന്നാമത്തെ ചങ്ങലയിലേക്ക് വരികയാണ്. പഴയ വിജയങ്ങളിൽ നമ്മൾ ജീവിക്കരുത്. ഒത്തിരി പേരോട് ചോദിച്ചാൽ പറയും അവർ ഇന്നലകളിലാണ് അവർ ജീവിക്കുന്നത്. അവർ പറയുന്നു, പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, പണ്ട് ഞാൻ 1ാം സ്ഥാനം മേടിച്ച ആളാണ്, ആ സ്കൂളിൽ ഏറ്റവും ഫാസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം ഭയങ്കരമായിരുന്നു, എൻ്റെ യൗവനം ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലകളുടെ വിജയത്തിൽ ജീവിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒത്തിരി പേര് പറയുന്നു, ഇന്നലകളുടെ വിജയത്തിൽ ജീവിക്കണ്ടേ? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ അതിൽ തുടരരുത്. നിങ്ങൾക്ക് വേണ്ടി ഇനിയും പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 19ാമത്തെ വാക്യം നിങ്ങൾ മറക്കരുത്. യേശയ്യാവ് 43:19 വാക്യം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇപ്പോൾ അത് ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലേ? അതേ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നലകളിൽ കണ്ട വിജയങ്ങളെക്കാൾ, ഇന്നലകളിൽ കണ്ട വലിയ അത്ഭുതങ്ങളെക്കാൾ ഇനിയും വലുത് നിങ്ങൾ കാണുവാനുണ്ട്. നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്തത് നിങ്ങൾ കാണുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ചലിക്കുമെങ്കിൽ, ഇതാ നിങ്ങൾ ഈ കാത്തിരിക്കുന്ന അനുഭവത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി വലിപ്പമുള്ളതൊന്ന് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഇപ്പോൾ പുതിയതിലേക്ക്, ജയത്തിലേക്ക് കയറുമെന്നും വചനം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അവൻ എൻ്റെ വിലാപത്തെ വ്യർത്ഥമാക്കും, എൻ്റെ രട്ടിനെ അഴിച്ച് എന്നെ സന്തോഷം മുടിപ്പിക്കും എന്നുള്ള വചനത്തിനാൽ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പുതിയത് ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് ആഴത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, ദൈവം പുതിയത് ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് ചിലവർക്ക് വേണ്ടി ചിലത് ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കണ്ണുകൾ നടക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ ഇന്നലകളിൽ തളച്ചിട്ടുന്ന ചില ചങ്ങലകളെ ഇപ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ഇവർ അതിനെ മുറിക്കുകയാണ്. ഇവർ മുമ്പിൽ വലിയ അത്ഭുതങ്ങളെ കാണാൻ പോവുകയാണ്. ഇവർ പിറകിലെ ഗ്ലാസുകൾ നോക്കി അറിയാം, മുമ്പോട്ട് വണ്ടി ഓടിക്കുമ്പോൾ എവിടേക്കോ ഇടിച്ചു നിൽക്കുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ ഇവർ മുമ്പിലേക്ക് നോക്കുകയാണ്. അതാ ദൈവം വെച്ചിരിക്കുന്ന വലിയ വലിപ്പങ്ങൾ ഇവർ കാണുന്നു. ഇന്നലകളെ മറന്നുകൊണ്ട് ഇതാ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ മുമ്പിലേക്കുള്ള എൻ്റെ വിളിയെ ഓർത്ത് ഞാൻ മുമ്പോട്ടായുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ മക്കളും കർത്താവെ, ഞങ്ങൾ മുമ്പിലോട്ട് നോക്കി ദൈവത്തിൻ്റെ കരുതലുകളെ കാണാൻ, ദൈവം ശക്തിപ്പെടുത്തുന്നുള്ള ഉറപ്പിൽ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യമാകട്ടെ, ഇന്നലകളുടെ വേദനകൾ മാറിപ്പോകട്ടെ, ഇവർക്ക് വേണ്ടി വലിയ ജയം വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ വിളിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങളുമായിട്ട് ഈ ദിവസങ്ങളിൽ വിളിക്കുകയും നേരിട്ട് കാണുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.